എന്താ നിധി, എന്തായി കാണിക്കുന്നത്? എല്ലാത്തിനും കാരണം ആ CK ചന്ദ്രബോസ് ഗൗതം. ഞങ്ങളിപ്പോ ഇങ്ങനെ റോഡിൽ നിന്ന് പിരിവെടുക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം CK ചന്ദ്രബോസ് തന്നെയാണ്. എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളിപ്പോ തെരുവിലേക്ക് ഇറങ്ങിയത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഗൗതം. എന്നോടുള്ള പക തീർക്കാൻ വേണ്ടിയിട്ടാ അയാൾ കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ടിങ് നിർത്തിവെച്ചത്. 2-3 ക്ലാസ് മുറികളുടെ ചെലവല്ലേ ഉള്ളൂ. അത് നമുക്ക് ഏറ്റെടുത്ത് നടത്തി കൊടുത്താൽ പോരായിരുന്നു നിധി. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എല്ലാവരും അകത്തേക്ക് ചെല്ല്. ഞാൻ പോയി മാനേജറെ കണ്ട് കെട്ടിട നിർമ്മാണം ആരംഭിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കിയോളാം. അത് വേണ്ട ഗൗതം. ഗൗതമിനെ വന്ന് കാണുന്ന കാര്യത്തെക്കുറിച്ച് ഇവരോട് ഞാൻ തന്നെ പറഞ്ഞതാണ്. പക്ഷെ അടുത്ത വർഷം ഗൗതം വലിയൊരു എമൗണ്ട് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ചെലവാക്കുന്നതുകൊണ്ട് ഇപ്പൊ ഗൗതമിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്നാ എല്ലാവരുടെയും തീരുമാനം. അത് പിന്നത്തെ കാര്യമല്ലേ, ഇപ്പൊ നടക്കേണ്ടത് ഇപ്പോഴങ്ങ് നടക്കട്ടെന്നേ. ഗൗതം സാർ, എല്ലാ കാര്യങ്ങൾക്കും സാറിനെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. CKC കാരണം മുടങ്ങിപ്പോയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ഫണ്ട് ഇതുപോലെ പിരിവെടുത്ത് ജനങ്ങളിൽ നിന്ന് സ്വരൂപിക്കാനാണ് ഞങ്ങളുടെ മീറ്റിംഗിൽ തീരുമാനമായത്. ജനപങ്കാളിത്തത്തോടെ ആ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കണം. ഓക്കെ, അതൊരു നല്ല കാര്യമാണ്. എങ്കിലൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്കൊപ്പം ഈ പണപ്പിരിവിൽ ഞാനും പങ്കാളിയാവാം. ഗൗതമോ? ഈ റോഡിലോ? അതിനെന്താ കുഴപ്പം? ഇതൊരു നല്ല കാര്യമല്ലേ. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നത് ഒരു സൽക്കർമ്മമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. എന്നാലും സാറിനെ പോലൊരു ബിസിനസ്സുകാരൻ നടു റോഡിൽ നിന്ന് പണം പിരിക്കാന്നൊക്കെ പറഞ്ഞ അപ്പൊ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും. നമുക്കും അതല്ലേ വേണ്ടത്. അപ്പൊ നല്ല പിരിവും കിട്ടും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അത് മാത്രമല്ല, സത്യത്തിൽ ഇതും ഒരു സോഷ്യൽ സർവീസ് അല്ലേ. ഇത് ആർക്കെങ്കിലും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ ആവുമെങ്കിൽ ആകട്ടെന്നേ. ഞാൻ നിങ്ങളുടെ കൂടെ കൂടുന്നതിൽ നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ ആർക്കാ വിരോധം? നിധിക്കാണോ പ്രശ്നം? നിധി ഓക്കെ അല്ലേ? താങ്ക്സ് ഗൗതം, ഒരുപാട് സന്തോഷം തോന്നുന്നു. അപ്പൊ പിന്നെ നമുക്ക് പരിപാടി കണ്ടിന്യൂ ചെയ്യാം. ഒരു ബക്കറ്റ് കാണുന്നേ.